നിങ്ങൾ എവിടെയാണ് സന്തോഷം അന്വേഷിക്കുന്നത്? ലൗകികമായ ഏതെങ്കിലും കാര്യം സാധിക്കുമ്പോൾ സന്തോഷമാകുമെന്നാണ് തെറ്റിദ്ധരിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ വീണ്ടും സങ്കടത്തിൽ വീഴും. അനന്തമായ ആകാശം പോലെയാണ് സന്തോഷം. ആ ആകാശത്തിലേക്ക് പറക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ ചിറകുകൾ വേണം. ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം വീടിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വരയിൽ കൃപയും സമാധാനവും. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. അക്കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ആലോചിക്കുന്നത്. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? നാം പതിവായി കേൾക്കുന്നൊരു പരസ്യവാചകമാണ്. സന്തോഷം തേടാത്തവരായിട്ട് ആരുമില്ല. ജീവിതത്തിന്റെ ഓരോ നിമിഷവും പ്രശ്നങ്ങളെ നേരിടുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ സന്തോഷം നേടാൻ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ആലോചനയിലാണ് മനുഷ്യർ. അത്തരം സന്തോഷങ്ങളുടെ അന്വേഷണങ്ങൾ പലപ്പോഴും ചെന്ന് വീഴുന്നത് സങ്കടങ്ങളിലായി പോകും. സങ്കടങ്ങളുടെ നടുക്കടലിൽ കിടന്ന് സന്തോഷം തേടി തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സന്തോഷത്തിന്റെ ഒരു പ്രകാശകിരണം എപ്പോഴെങ്കിലും ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് ഈ കൂരിലിന്റെ അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കുന്നു. ഇരുട്ടാർന്ന ഒരു ജീവിതമാണ്, ചുറ്റും പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങൾ എപ്പോഴും അധികരിച്ചുകൊണ്ടേയിരിക്കുന്നു. അവയ്ക്കിടയിൽ സന്തോഷം തേടാനായി നമ്മൾ നിരവധി മാർഗങ്ങൾ അന്വേഷിക്കും. അതിലൊരു മാർഗമായിട്ട് ചിലപ്പോഴൊക്കെ വിശ്വാസവും നാം കൂട്ടിച്ചേർക്കും, നമ്മുടെ സങ്കടങ്ങളെ മറികടന്ന് സന്തോഷത്തിലേക്ക് എത്തിച്ചേരാൻ. സ്വാഭാവികമായും ലോക സന്തോഷങ്ങളിൽ കുടുങ്ങിപ്പോകുന്നൊരു ജീവിതമാണ് നമ്മുടേത്. അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തെക്കുറിച്ചുള്ള ദർശനങ്ങളൊക്കെ ഈ ലൗകിക ജീവിതവുമായി ബന്ധപ്പെട്ടതായി പരിമിതപ്പെട്ടു പോയിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം നടക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാകും എന്നാണ് നിങ്ങൾ ധരിച്ചിട്ടുള്ളതെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഈ നേരവും കടന്നു പോകും. ബൈബിൾ പറയുന്നൊരു കാര്യം യഥാർത്ഥത്തിൽ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും ഒരേപോലെ ആപ്ലിക്കബിൾ ആണ്. സന്തോഷമുള്ളപ്പോൾ ഓർക്കണം, ഈ നേരം കടന്നു പോകും. സങ്കടമുള്ളപ്പോഴും ഓർക്കണം, ഈ നേരം കടന്നു പോകും. ഈ നേരം കടന്നു പോകും. ഒരു കടന്നുപോകലിന്റെ വഴിയിലാണ് നമ്മൾ. ഈശോ വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 20-ാം തിരുവചനത്തിൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറുമെന്ന് പറയുന്നത് കേവലമായ ഭൗതിക ആവശ്യങ്ങൾ നിറവേറി ഭാവിയിൽ നിങ്ങൾ സന്തുഷ്ടരായി മാറുമെന്ന അർത്ഥത്തിലല്ല. ധ്യാനകേന്ദ്രങ്ങളിലും വചനപ്രഘോഷങ്ങളിലും നമ്മൾ കേൾക്കുന്നത് നിങ്ങളുടെ കഷ്ടതയുടെ സമയം കടന്നുപോയിട്ട് നിങ്ങളൊരു നല്ല കാലത്തിലേക്ക് വരും, സാമ്പത്തികമായി ഉന്നമനത്തിൽ എത്തിച്ചേരും, രോഗങ്ങൾ സൗഖ്യപ്പെടും, അങ്ങനെ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു നിമിഷം വരാനിരിപ്പുണ്ട്, നിങ്ങൾ ഈ ദുഃഖത്തെ മറികടക്കും എന്നാണ് പഠിപ്പിക്കുക. ഇത് കേവലം ലൗകികമായ താല്പര്യങ്ങൾക്കകത്തേക്ക് വചനത്തെ വളച്ചു വയ്ക്കുന്ന പ്രവൃത്തിയാണ്. ഈശോ ഈ കാര്യം പറയുന്ന എവിടെയാണ്? തന്റെ കടന്നുപോകലുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈശോ പറയാണ്, നിങ്ങൾ ദുഃഖിക്കും, ഈ ലോകം സന്തോഷിക്കും, നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. യേശുവിന്റെ കടന്നുപോകലുമായി ബന്ധപ്പെട്ട് യേശുവിൽ നിന്ന് അകറ്റപ്പെടുമ്പോൾ അവർ ദുഃഖിക്കും, നിങ്ങൾ വിലപിക്കും. എന്നാൽ ലോകം സന്തോഷിക്കും. കാരണം ലോകത്തിന്റെ വിമോചനമാണ് ക്രിസ്തുവിന്റെ സമർപ്പണം. ഇനി നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. യഥാർത്ഥത്തിൽ യേശുവിന്റെ മരണത്തെ പലപ്പോഴും സങ്കടമായിട്ടാണല്ലോ നമുക്ക് തോന്നുക. ആദ്യകാലത്തൊക്കെ കുരിശിന്റെ വഴി ചെല്ലുമ്പോഴും യേശുവിനെ കുറിച്ച് ഓർക്കുമ്പോഴും മുൾക്കിരീടമണിഞ്ഞവനെ കുറിച്ച് ഓർക്കുമ്പോഴും ഒക്കെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ സഹനങ്ങളും എനിക്ക് വലുതായിരുന്നു. എൻ്റെ സഹനങ്ങളെ കൂട്ടിച്ചേർത്തിട്ടാണ് ഞാൻ ക്രിസ്തുവിനെ കാണുന്നത്. ഇപ്പം എൻ്റെ സഹനങ്ങളെക്കുറിച്ച് ഓർത്ത് എനിക്ക് കരയണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സഹനത്തെക്കുറിച്ച് ഓർത്തും എനിക്ക് കരയണം. വാസ്തവത്തിൽ യേശു കുരിശിൽ മരിച്ചില്ലായിരുന്നെങ്കിലോ ഞാൻ പിന്നീട് യേശുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കാൻ തുടങ്ങി. എനിക്ക് വേണ്ടി മരിച്ചവൻ, അതൊരു സന്തോഷമാണ്. അവൻ മരിച്ചത് എന്നെ സംബന്ധിച്ച് സങ്കടമല്ല. അവൻ്റെ മരണം എനിക്ക് ഉദ്ധാനമായി മാറി. അങ്ങനെ എന്നെ വീണ്ടെടുക്കാൻ വേണ്ടി കുരിശിൽ മരിച്ച ഒരാളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൻ്റെ സഹനങ്ങളുടെ ആധിക്യത്തെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നതിനേക്കാൾ എന്നോടുള്ള സ്നേഹാധിക്യത്തെ അത് കണ്ടെത്താൻ എനിക്ക് പറ്റി. എനിക്ക് യേശു മരിച്ചു എന്നത് ഒരു സന്തോഷകരമായ കാര്യമാണ്. അവൻ മരിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ജീവൻ ഉണ്ടാകുമായിരുന്നില്ല. എനിക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടി അവൻ മരിച്ചു എന്നതിൽ നിന്നാണ് ഞാൻ സന്തോഷിക്കുന്നത്. എൻ്റെ ദുഃഖം സന്തോഷമായിട്ട് മാറിയത് എൻ്റെ ലൗകികമായ ആവശ്യങ്ങളൊക്കെ നിറവേറി കിട്ടിയപ്പോഴല്ല, എൻ്റെ ജീവിതത്തിൽ അവൻ എനിക്ക് തുണയായുണ്ടെന്നും എനിക്ക് വേണ്ടി മരിച്ചവൻ്റെ സ്നേഹം എന്നോടൊപ്പമുണ്ടെന്നും എനിക്ക് ബോധ്യമുണ്ടായപ്പോഴാണ്. നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളും ദുഃഖകരമായ അവസ്ഥകളൊക്കെ നേരിടാൻ വേണ്ടി പലപ്പോഴും നമ്മൾ ഒരു കുറുക്കു വഴിയായിട്ട് വിശ്വാസത്തെ സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ വിശ്വാസം ആക്ഷേപിക്കപ്പെടാറുണ്ട്. ഈ അടുത്ത് ഒരു കോമഡി കാണാനിടയായി. ഒരു ചെറുപ്പക്കാരൻ തമാശ പറയാം. ആ തമാശ ദൈവാവഹേളനമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. കാരണം അതിനകത്തൊരു യാഥാർത്ഥ്യമുണ്ട്. ഇവൻ പൊതുവെ ബുദ്ധി കുറഞ്ഞവനാണെന്ന് അവൻ്റെ അമ്മയ്ക്ക് അഭിപ്രായം. എന്നിട്ടും അമ്മ അവന് PSC പരീക്ഷ എഴുതാൻ നിർബന്ധിക്കുകയാണ്. അങ്ങനെ PSC പരീക്ഷ എഴുതാൻ നിർബന്ധിക്കുമ്പോൾ അവൻ അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് അറിയാലോ എനിക്ക് ബുദ്ധിയില്ലെന്ന്. അമ്മ തന്നെ പറയാറുണ്ടല്ലോ എനിക്ക് ബുദ്ധിയൊന്നുമില്ലെന്ന്. പിന്നെ PSC പരീക്ഷ എഴുതിയിട്ട് ഞാൻ എങ്ങനെയാണ് ജയിക്കുക? അപ്പം അമ്മയോട് പറഞ്ഞു, എടാ അതിന് ബുദ്ധി വേണ്ട, നീ ഇന്ന സ്ഥലത്ത് പോയി ധ്യാനകേന്ദ്രത്തിൽ പോയി ഒരു കാശ് രൂപം മേടിക്കുക. എന്നിട്ട് അമ്മ ഒരു സാക്ഷ്യം അവരും കാണിച്ചു കൊടുത്തു. ഒരു സ്ത്രീ അച്ഛനോടൊപ്പം നിന്ന് സാക്ഷ്യം പറയുകയാണ്. സാക്ഷ്യം ഇതാണ്, അവർക്ക് PSC പരീക്ഷ വന്നു. ആ പരീക്ഷയ്ക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം അവർക്കറിയില്ല.
പക്ഷേ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് കൊടുത്ത മാതാവിൻ്റെ കാശുരൂപം കയ്യിലുണ്ടായിരുന്നു. ആ കാശുരൂപം ഓരോ ചോദ്യത്തിൻ്റെയും മുമ്പിൽ വെച്ചു. അങ്ങനെ ആ മാതാവ് കാട്ടിക്കൊടുത്ത ഉത്തരങ്ങൾ എഴുതി 90 ഉത്തരങ്ങൾ അവരെഴുതി. അവർക്ക് ജോലി കിട്ടി. നീ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ അവൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, മാതാവിന് അപ്പോഴും അറിയാത്ത 10 ചോദ്യങ്ങളുണ്ട്. മാതാവിന് അപ്പോഴും അറിയാത്ത 10 ചോദ്യങ്ങളുണ്ട്. നമ്മൾ വിശുദ്ധാത്മാക്കളെയും പരിശുദ്ധമ്മയെയും ദൈവത്തെയും ഒക്കെ അവഹേളിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം ഓർക്കണം. പറയുന്ന ഈ തമാശ ഒരു അവഹേളനമായിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം, അതവൻ മാതാവിനെ കളിയാക്കിയല്ലോ എന്ന് തോന്നിയേക്കാം. വാസ്തവത്തിൽ മാതാവിനെ കളിയാക്കുന്നത് വിശ്വാസികളാണ്, അന്ധവിശ്വാസികൾ, അന്ധവിശ്വാസം പഠിപ്പിക്കുന്നവരും. അല്ലാതെ മാതാവിനെ സാധാരണ ചെറുപ്പക്കാരൻ കളിയാക്കിയതിൽ എനിക്ക് തോന്നിയില്ല. വിശ്വാസപ്പിഴവിനെ അവൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതിലൂടെ എന്നാണ് എനിക്ക് തോന്നിയത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തെയും വിശ്വാസത്തെയും നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള കേവലോപാധിയായി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴുള്ള കുഴപ്പമാണിത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കാര്യങ്ങൾ നടക്കുന്നില്ലെന്നാണ് ഒരു സഹോദരൻ എന്നോട് ചോദിച്ചത്. ഉണ്ണീശോയുടെ നവനാൾ ചൊല്ലിയപ്പോൾ ജോലി കിട്ടിയൊരു കാര്യത്തെക്കുറിച്ചും അതേപോലെ അത്ഭുതകരമായി പ്രാർത്ഥനകളിലൂടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിനെക്കുറിച്ചുമാണ് പറഞ്ഞത്. എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഏത് വഴിയിൽ പ്രാർത്ഥിച്ചാലും ഏത് തരത്തിൽ പ്രാർത്ഥിച്ചാലും നമ്മൾ ദൈവാശ്രയത്തിലേക്ക് എത്തും. നവനാൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈ നവനാളിലൂടെയാണ് ശക്തി എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. എങ്കിലും അവിടെ അയാൾ ദൈവാശ്രയത്തിലേക്ക് എത്തും. ദൈവാശ്രയത്തിലേക്ക് എത്തുമ്പോൾ അവനവൻ്റെ നിരാശ്രയത്വം മാറും. അങ്ങനെ ദൈവാശ്രയത്തിൽ അവന് ഈ ജീവിതാവശ്യത്തെ നേടാൻ കഴിയും, അത്ഭുതകരമായി നേടാൻ കഴിയും. തെറ്റൊന്നുമല്ല. അവിടെ പ്രവൃത്തി ഒന്നുമില്ലാത്ത കാര്യം സാധിക്കില്ല. ജോലി കിട്ടാനേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ജോലി ഇല്ലാതെ കാശ് കിട്ടിക്കൊണ്ടിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ല. അധ്വാനിക്കാൻ ഒരു വഴി കണ്ടെത്താനായി ദൈവത്തിൽ ആശ്രയിക്കുന്നത് ഉചിതമായ കാര്യമാണ്. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഇപ്പൊ ജോലിയിൽ സ്വാർത്ഥത്തിൽ കുടുങ്ങി, ജോലി കിട്ടി, കാര്യം സാധിച്ചു എന്നതിൽ കുടുങ്ങിപ്പോയി. നിനക്ക് ജോലി കിട്ടിയത് എന്തിനാണെന്നും എന്താണ് വിശ്വാസം വഴി ആ ജോലിയിലൂടെ അധ്വാനത്തിലൂടെ നീ നിറവേറ്റേണ്ടതെന്നുള്ള കാര്യത്തിലേക്ക് പോയില്ല. മാത്രമല്ല, ഇത് നിത്യരക്ഷയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണെന്ന ബോധ്യത്തിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്നിൽ നിന്ന് പുറത്തു കിടക്കുന്നു, ആശ്രയത്വം ദൈവത്തിലുണ്ടാവുന്നു, കാര്യം സാധിക്കുന്നു എന്നതല്ലാതെ കാര്യസാധ്യമെന്ന ഒരു ചെറിയ പ്രശ്നത്തിൽ കുടുങ്ങിയിട്ട് ഞാൻ എന്നിൽ നിന്ന് പുറത്തു കടന്നത് ക്രിസ്തുവിലേക്ക് നടക്കാൻ വേണ്ടിയാണ്, അവരിൽ വിജയം വരിക്കാൻ വേണ്ടിയാണ് എന്ന കാര്യം ഞാൻ ഓർത്തില്ല. ജീവിതം എപ്പോഴും ദുഃഖപൂരിതവും ദുരിതപൂർണവുമാണ്. ലോകം അങ്ങനെയാണ്, ലോകക്രമം. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചപ്പോൾ ക്രമമായിട്ട് കൃത്യമായിട്ട് സൃഷ്ടിച്ചിരുന്നെങ്കിൽ ഈ കുഴപ്പം വല്ലതും ഉണ്ടാവുമോ? ദൈവം ഉള്ളവനെയും ഇല്ലാത്തവനെയും സൃഷ്ടിച്ചിരിക്കുന്നു, കൊല്ലുന്നവനെയും ചാകുന്നവനെയും സൃഷ്ടിച്ചിരിക്കുന്നു. ഇതൊന്നും ഇല്ലാതെ ദൈവത്തിന് പറ്റില്ലായിരുന്നു, പിഴവില്ലാതെ സൃഷ്ടിക്കാൻ. ദൈവം ഒരു പിഴവോടെയാണ് സൃഷ്ടിച്ചത് എന്നാണ് പറയുന്നത്. ദൈവം പിഴവോടെയല്ല, ദൈവം ഒരു ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. ലൗകികതയിൽ ഒരു പരിമിതി വെച്ചിട്ടുണ്ട്. ഒരു പരിമിതിയിലാണ് ലൗകികത. 6 ദിവസം കൊണ്ടാണ് അവിടെ നിന്ന് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്. 7-ാം ദിവസം ദൈവം വിശ്രമിക്കുന്നു. ദൈവം വിശ്രമിക്കുന്നു എന്ന ആ ദൈവഭാഗം കൂടി ചേരുമ്പോഴാണ് ഈ 6 ദിവസത്തെ സൃഷ്ടികൾ പരിപൂർണമാകുക. അപൂർണതകൾ അനുഭവപ്പെടും, അപര്യാപ്തതകൾ അനുഭവപ്പെടും. ലോകം സമ്പൂർണതയിലല്ല, ഒരു അപര്യാപ്തതയിലാണ്. ആ അപര്യാപ്തത അപകടങ്ങളായിട്ടോ പ്രശ്നങ്ങളായിട്ടോ ജീവിത പ്രയാസങ്ങളായിട്ടോ ഒക്കെ മുമ്പിൽ വരും. എന്തിനാണ്? അപ്പുറത്തുള്ള ഭാഗം കൂടി കൂടിച്ചേരാനാണ്. അങ്ങനെ നശ്വരതയെ അനശ്വരതയുമായി കൂട്ടിച്ചേർത്ത് സമ്പൂർണ്ണ മനുഷ്യത്വത്തിൽ സമ്പൂർണമായ സൃഷ്ടി രൂപത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് ദൈവം ഈ ജീവിതാവസ്ഥകളൊക്കെ വെച്ചിട്ടുള്ളത്. നമ്മൾ തിരിച്ചറിയണം. ഇവിടെ നമുക്ക് അധ്വാനിക്കാൻ അവസരമുണ്ട്, നമ്മൾ നേടേണ്ട കാര്യങ്ങളുണ്ട്, നമ്മൾ പൂർത്തീകരിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മുടെ അധ്വാനവും നമ്മുടെ ശ്രമങ്ങളുമെല്ലാം ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ടാവുമ്പോൾ, അവനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചുകൊണ്ടാവുമ്പോൾ ഭാവാത്മകമായി പൂർണ്ണതയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ സന്തോഷം നമ്മൾ അനുഭവിക്കുന്നത് അപ്പോഴാണ്, ഈ ലൗകികമായ നേട്ടങ്ങളിലല്ല. ഈ നേട്ടങ്ങളൊക്കെ കടന്നു പോകും, ഇതൊന്നും നിലനിൽക്കുന്നവയല്ല. അപ്പൊ അതുകൊണ്ട് തിരിച്ചറിയണം, യഥാർത്ഥ സന്തോഷത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റണം. നമ്മൾ ഇന്ന് ആലോചിക്കുന്നത് യഥാർത്ഥ സന്തോഷത്തിലേക്ക് കടക്കാനുള്ള 5 വഴികളെക്കുറിച്ചാണ്. അതിൽ ഭൗതിക നേട്ടങ്ങളും കാര്യസാധ്യവും ഒക്കെ ഉണ്ടാവും. ആ കാര്യസാധ്യങ്ങളിൽ മനമുടക്കി പോകരുത്, അതാണ് പ്രധാനമെന്ന് കരുതരുത്. കാര്യസാധ്യം നടക്കുന്നത് നമ്മുടെ ഒരു അറിവുമില്ലാത്തവനെ പരീക്ഷയ്ക്ക് ജയിപ്പിച്ചുകൊണ്ടൊന്നുമല്ല. നമ്മുടെ അധ്വാനശേഷിയെ ക്രമപ്പെടുത്തിയും നമ്മുടെ ദൈവാശ്രയ ബോധത്തിലൂടെ നേടുന്നവയൊക്കെ ദൈവദാനമാണെന്ന ബോധ്യത്തിൽ സ്വീകരിച്ച് ദൈവദാനം നമുക്ക് നൽകപ്പെട്ടത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയാണെന്ന് പരിപൂർണതാ മാർഗത്തിലേക്ക് നമ്മെ നയിച്ച് അങ്ങനെ ക്രിസ്തുവിൽ ഒന്നായി തീരാനാണ്. ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും ക്രിസ്തുവിന്റെ സഹനങ്ങളോട് ചേർത്ത് സ്വീകരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ വിജയത്തിലെത്താൻ വേണ്ടി തന്നെയാണ്. പക്ഷെ അത് കേവലമായ ലൗകിക വിജയമല്ല എന്നറിയണം. 5 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ആലോചിക്കുന്നത്. ഒരു സഹന നിമിഷത്തെ, ജീവിതത്തിന്റെ ഒരു ദുരവസ്ഥയെ, നാം നേരിടുന്ന ഒരു പ്രതിസന്ധിയെ സന്തോഷമാക്കി മാറ്റാനുള്ള 5 മാർഗങ്ങൾ. ക്രിസ്തുവാണ് യഥാർത്ഥ മാർഗം.
മാർഗത്തിൽ വസിക്കുന്നവരാണ് നമ്മൾ. ആ മാർഗത്തിൽ 5 കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഏത് സങ്കടാവസ്ഥയെയും ജയിക്കുന്ന സന്തോഷത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകുക. അത് നിത്യമായ സന്തോഷത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും. അതിന് ഭൗതിക നേട്ടങ്ങൾ വരാം, കാര്യസാധ്യം ഉണ്ടാകാം. ആ കാര്യസാധ്യങ്ങളിൽ മനമുടക്കരുത്. ഈ 5 കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം സഹനങ്ങളുടെ സ്വീകരണമാണ്. ഈ ലോകം സഹനങ്ങളുള്ളതാണ്, പരിമിതികളുള്ളതാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഈ ലോകം ഒരു സമ്പൂർണ്ണ അവസ്ഥയിലല്ല, അനശ്വരതയുമായി ചേരുമ്പോഴാണത് സമ്പൂർണ്ണമാകുക. ലോകം ഒരു പകുതി ഭാഗമാണ്, പകുതി ഭാഗം അനശ്വര ഭാഗമാണ്. അപ്പം നശ്വര ഭാഗം എന്ന് പറയുന്നത് ഈ നാശോന്മുഖതയുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രകൃതിക്ഷോഭമുണ്ട്, രോഗങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, ഉച്ചനീചിത്വങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. പ്രശ്നകലുഷിതമായ ഈ ലോകം അതിൻ്റെ സമ്പൂർണത പ്രാപിക്കുമ്പോഴാണ് നമുക്ക് പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുക. ആ പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുന്നത് വരെ, അല്ലെങ്കിൽ സമ്പൂർണതയിൽ എത്തുന്നത് വരെ ഒരു ഭാഗം മാത്രം എടുത്തു നോക്കിയാൽ അത് മോശമായി പോകും. നമ്മൾ ഒരു പഴം ഉണ്ടാകുകയാണ്. ആ പഴം നമ്മൾ അതിൻ്റെ പൂർണ്ണത എത്തുന്നതിന് മുമ്പ്, അത് മുഴുവൻ മൂത്ത് പഴുക്കുന്നതിന് മുമ്പ് നമ്മൾ കഴിച്ചത് അനുഭവപ്പെടും, ഒരു അരുചി അനുഭവപ്പെടും, ചിലപ്പോൾ പുളിപ്പ് അനുഭവപ്പെടും. എപ്പോഴാണത് മധുരതരമായ ഒരു ഫലമായിട്ട് മാറുക? അത് വളർന്ന് പൂർണ്ണത പ്രാപിച്ച് പഴുക്കുമ്പോഴാണ്. അതായത് നമ്മൾ ജീവിതത്തിൻ്റെ ഒരു വശത്തെ മാത്രം കണ്ടുകൊണ്ട് ജീവിതത്തിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ചോ അതിൻ്റെ മാധുര്യത്തെക്കുറിച്ചോ പറയാൻ കഴിയില്ല. നമ്മൾ എടുക്കുന്ന എഫർട്ട് കുറേ കാലത്തേക്ക് ഭാരം തന്നെയാണ്. ഇപ്പോൾ കുട്ടികൾ വിദ്യാഭ്യാസം നടത്തുന്നത് ഒരു ഭാരമല്ലേ? 3-4 വയസ്സിലൊക്കെ സ്കൂളിൽ ചേർന്നിട്ട് 10-22 വയസ്സ് വരെ ഈ പ്രൊഫഷണൽ കോളേജ് അടക്കം കടന്നു വരുമ്പോൾ ആ കുട്ടിയുടെ ജീവിതത്തിലെ ഒരു നല്ല ഭാഗം സമയം ചെലവഴിക്കുന്നത് ഈ അധ്വാനത്തിന് വേണ്ടിയാണ്. സന്തോഷങ്ങളൊക്കെ നഷ്ടപ്പെട്ട് പഠിക്കാൻ മാത്രം സമയമായിട്ട് ഭാരം വഹിച്ച് തളർന്ന്, അതിനുശേഷം ആ കുട്ടി ജീവിതത്തിൽ പ്രയാസങ്ങളെ അതിജീവിച്ച് അധ്വാനിക്കാനുള്ള വക കണ്ടെത്തി ജീവിതത്തിൽ സ്വന്തമായി അധ്വാനിക്കുമ്പോൾ അവനവനെ തന്നെ സാക്ഷാത്കരിച്ച് ഞാൻ എന്നെ അനുഭവിക്കാൻ തുടങ്ങുന്നത് അതിനുശേഷമാണ്. അപ്പം അതേപോലെ ജീവിതത്തിൻ്റെ ഒരു പരിമിത യാഥാർത്ഥ്യം എപ്പോഴും എങ്ങനെയാണ്? നശ്വര ഭാഗമുണ്ട്. ആ ഭാഗം ഇങ്ങനെ കുഴപ്പം പിടിച്ചതാണ്. ആ കുഴപ്പം പിടിച്ചത് ഭാഗത്തെ മാത്രം വെച്ച് കണ്ടുകൊണ്ട് ഈ ജീവിതം ദുരിതമാണല്ലോ, ഇങ്ങനെയൊക്കെ ജീവിതമുണ്ടോ, എന്ത് ദൈവമാണിത്, ദൈവം ഇങ്ങനെയാണ് ജീവിതത്തെ ക്രമപ്പെടുത്തിയിട്ടുള്ളത്, ഇങ്ങനെയുള്ളൊരു ദൈവമാണെങ്കിൽ അങ്ങനെ ഒരു ദൈവം ഇല്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. വാസ്തവത്തിൽ എന്താണ്? പകുതി ഭാഗം കണ്ടുകൊണ്ടാണ്. പകുതി ഭാഗം ഇതിനെ ഭാവാത്മകതയിൽ കാണാൻ പഠിക്കലാണ്. കേവല പ്രകൃതത്തിൽ നിന്ന് ഭാവാത്മകമായിട്ട് കൂടി അതിനെ കാണാൻ പഠിക്കണം. അങ്ങനെ കാണാൻ പഠിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുക. യഥാർത്ഥ സന്തോഷം ഇരിക്കുന്നത് ഈ പറഞ്ഞ ഫലപൂർണിമയിലാണ്. ആ കാര്യം നമുക്ക് അറിയാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് സഹനങ്ങളും ക്ലേശങ്ങളും ദുരിതങ്ങളും ഒക്കെ എന്ത് ചെയ്താണ് പരിഹരിക്കാൻ കഴിയുമെന്ന് വെച്ചാൽ, ആദ്യത്തേത് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. ജീവിതത്തെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. ദൈവത്തിന് മാത്രമേ ജീവിതത്തെ പരിപൂർണമായിട്ട് അറിയാവൂ, നമുക്കറിയില്ല. നമ്മളിങ്ങനെ ഓരോ പൊതിയുടെ ഓരോ ഭാഗം അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അഴിച്ചഴിച്ച് അവസാനം എത്തുന്നതെന്താണ് നമ്മൾ കണ്ടിട്ടില്ല. ഓരോ പ്രാവശ്യം അഴിക്കുമ്പോഴും അതിലുള്ള അസ്വസ്ഥതകളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഓരോ ത്വക്കുകൾ പൊളിഞ്ഞു പോകുമ്പോഴും ഇതിൻ്റെ അകക്കാമ്പിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അകക്കാമ്പിലെത്തുന്നത് വരെ ഈ ഭൗതികതയുടെ ഓരോ പുറഞ്ഞിട്ടയും അഴിക്കുമ്പോൾ അത് വേദനാജനകമായിരിക്കും. അങ്ങനെ നമ്മൾ ആദ്യം സ്വീകരിക്കുക. രണ്ടാമത്, നമ്മൾ സ്വീകരിക്കുന്ന ഈ കാര്യം ക്രിസ്തുവിൻ്റെ സഹനങ്ങളോട് ചേർത്ത് വയ്ക്കുക. മൂന്നാമത്, ക്രിസ്തു എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചിട്ടുണ്ടെന്നും എനിക്ക് സമാശ്വാസത്തിന് വകയുണ്ടെന്നും അവൻ എനിക്ക് പരിഹാരമാണെന്നും അറിയുക. 4, പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ സഹനാവസരങ്ങളെ, ജീവിത സന്ദർഭങ്ങളെ ചേർത്ത് വയ്ക്കുക. 5, ദൈവമെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഇവയെല്ലാം നന്മയ്ക്കായിട്ടാണ് എന്ന കാര്യം വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുക. അപ്പോൾ 5 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, സഹനങ്ങളെ സ്വീകരിക്കുക, ക്രിസ്തുവിൻ്റെ സഹനങ്ങളോട് ചേർത്ത് വയ്ക്കുക, ക്രിസ്തു എനിക്ക് വേണ്ടി ഇവയൊക്കെ പരിഹരിച്ചിട്ടുണ്ടെന്നും ക്രിസ്തുവിൽ സമാശ്വാസം കണ്ടെത്തുകയും ചെയ്യുക. 4, യേശുക്രിസ്തുവിൻ്റെ യാഗത്തിലേക്ക്, പരമമായ യാഗത്തിലേക്ക് ഈ സഹനങ്ങളെ ചേർത്ത് വയ്ക്കുക. അതിനർത്ഥം സഹനങ്ങൾ മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കാനല്ല കുർബാനയിൽ, സഹനങ്ങളെ, ആ സന്ദർഭങ്ങളെ ഈ കാസയിലും പീലാസയിലുമായിട്ട് ഉപേക്ഷിക്കുക. 5, അവിടെ നിന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന കാര്യമോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നവരായി വിശ്വാസപൂർവ്വം ജീവിക്കാൻ പഠിക്കുക. 5 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം കടന്നു വന്ന സഹനത്തിൻ്റെ ഈ പാത, ഈ സമ്മർദ്ദങ്ങൾ, ലോകത്തനുഭവിച്ച എല്ലാ വേദനാകരമായ അനുഭവങ്ങളും സന്തോഷമായി നമുക്ക് പരിണമിക്കപ്പെടുന്നത് തിരിച്ചറിയാൻ പറ്റും. സഹനങ്ങളുടെ പ്രതീകമായിട്ട് പലപ്പോഴും നമ്മൾ കാണുന്നത് പഴയ നിയമത്തിലെ ജോബിനെയാണ്.
നീതിമാന്റെ സഹനം എന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും കാണും. ഒരു തെറ്റും ചെയ്യാതെ സഹനങ്ങൾ വരികയാണ്. എന്താണ് സഹനങ്ങളുടെ അർത്ഥമെന്ന് തിരയുന്ന ഒരാളാണ് ജോബ്. ആ സഹനങ്ങൾ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്ന ആളാണ് ജോബ്. ജോബിന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 8-ാം തിരുവചനത്തിൽ കാണുകയാണ്, ജോബ് ഓട്ട് കഷ്ണം കൊണ്ട് തൻ്റെ ശരീരത്തിലെ ചരങ്ങൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരീരം മുഴുവൻ ചുരങ്ങൊക്കെ ബാധിച്ച് കഷ്ടതയിലായിരിക്കുകയാണ്. അപ്പൊ ജോബിന്റെ ഭാര്യ 9-ാം തിരുവചനത്തിൽ ജോബിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ സഹനം ഇങ്ങനെ സഹിക്കുന്നത്? ദൈവത്തെ തള്ളി പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് പുറത്ത് കടന്നുകൂടെ? ഇപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് എന്താണ് അർത്ഥം? 10-ാം തിരുവചനത്തിൽ ജോബ് ഭാര്യയോട് പറയുന്നുണ്ട്, ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നമ്മൾ അവിടുത്തെ കരങ്ങളിൽ നിന്ന് തിന്മയും സ്വീകരിക്കേണ്ടതല്ലേ? തിന്മയെന്ന് വെച്ചാൽ ദൈവം തിന്മ കൊടുക്കുന്നയാളെന്ന അർത്ഥത്തിലല്ല, ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെയും സ്വീകരിക്കേണ്ടതല്ലേ? അന്നത്തെ കരുതിയിരുന്നൊരു ധാരണ, ഈ സഹനങ്ങളൊക്കെ ദൈവം കെട്ടിയേൽപ്പിക്കുന്നതാണ് മനുഷ്യന്റെ മേലെന്നാണ്. അതുകൊണ്ടാണ് ഇപ്രകാരം ജോബ് പറയുന്നത്, ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിക്കുന്ന നമ്മൾ തിന്മയും സ്വീകരിക്കേണ്ടതല്ലേ? അപ്പൊ ദൈവകരങ്ങളിൽ നിന്ന് നമ്മൾ സഹനങ്ങളെ സ്വീകരിക്കണം, ജീവിതത്തെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കണം. ഞാൻ സഹനങ്ങളെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, ജീവിതം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കണം. ദൈവകരങ്ങളിൽ നിന്ന് ജീവിതം സ്വീകരിക്കണം. അത് പരിമിതമാണ്, പ്രശ്നങ്ങളുള്ളതാണ്. ആ പ്രശ്നങ്ങളോടെയും കുറവുകളുടെയും വേദനയോടെയും കണ്ണീരോടുകൂടെയും ഒക്കെ ഈ സങ്കടങ്ങളും ചേർന്നിട്ടുള്ള ഈ ജീവിതത്തെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കണം. പലപ്പോഴും നമുക്ക് ജീവിതത്തിന്റെ സഹന നിമിഷങ്ങളെ സ്വീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ജന്മം തന്നെ പാഴായിപ്പോയെന്ന് കരുതുന്നവരുണ്ട്. ഞാൻ നിങ്ങളോട് ഇത് പറയുന്ന അതിശയോക്തിയായിട്ടല്ല. ഒരു 10-17 വയസ്സൊക്കെ ഉള്ളപ്പോൾ എൻ്റെ ധാരണ ഈ ജന്മം കഷ്ടമായി പോയെന്നാണ്. അതുകൊണ്ട് ഞാൻ അന്ന് കവിത എഴുതുമ്പോൾ, കർക്കിടകത്തിൻ കരിന്തിരമന്തിയിൽ രാഹുവിൻ രാഗം മുറിച്ചൻ നിലവിളി കേൾക്കെ ഉറക്ക ചരിച്ചെൻ്റെ ജന്മത്തെ ആദ്യം പരിഹാസ്യം എൻ സഹജീവികൾ എന്ന് എഴുതുന്നുണ്ട്. കാരണം ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ നേരിടാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു ജന്മം, എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം എന്ന് വിചാരിക്കുകയാണ്. ഇത് ലോകത്ത് സാധാരണ എല്ലാ മനുഷ്യരും നേരിടുന്നൊരു പ്രതിസന്ധിയാണ്. പക്ഷേ ഇങ്ങനെ നമ്മൾ തള്ളിക്കളയാൻ ശ്രമിക്കുന്നതോറും ഈ സഹനങ്ങളുടെ പാനപാത്രത്തെ സ്വീകരിക്കാൻ പറ്റാതെ പോകുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ജീവിതം തന്നെ സ്വീകരിക്കാൻ പറ്റില്ല. കാരണം ജീവിതത്തിൽ ഉൾച്ചേർന്നിട്ടുള്ളവയാണ് ഈ സങ്കടങ്ങളും സന്തോഷങ്ങളും. ആ ജീവിതത്തെ അപ്പാടെ സ്വീകരിക്കാൻ പറ്റൂ. ജീവിതത്തിലെ സങ്കടങ്ങൾ മാത്രമായിട്ട് തള്ളി മാറ്റാൻ പറ്റില്ല. ഇങ്ങനെ തള്ളി മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് ആത്മഹത്യയിലേക്കൊക്കെ മനുഷ്യൻ പോകുന്നത്. ജീവിതത്തെ തന്നെ തള്ളി മാറ്റാൻ നോക്കും. ഇതിനപ്പുറത്ത് വെളിച്ചത്തിന്റെ ലോകമുണ്ട്, അതിലേക്ക് കടന്നു വരാൻ പറ്റുന്നില്ല, തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. എന്തിന് ഇങ്ങനെ അപമാനിതനായി ജീവിക്കണമെന്നത് ഒറ്റയടിക്ക് ചിന്തിച്ചു പോവാണ്. ഈ അപമാനങ്ങൾ സ്വീകരിക്കുകയും അപമാനങ്ങളെ ഭയപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ ജീവിതം തോൽക്കും നമ്മുടെ മുൻപിൽ. പക്ഷെ നമുക്കതറിയില്ല. ആ സന്ദർഭങ്ങൾ തോറ്റുപോകും, പക്ഷെ നമുക്കതറിയില്ല. വെളിച്ചം കാണാൻ കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ജീവിതത്തെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കണം. അതിന് നന്മയുണ്ട്, തിന്മയുണ്ട്, പ്രശ്നങ്ങളുണ്ട്, സഹനങ്ങളുണ്ട്. ജീവിതം എങ്ങനെയാണോ അപ്പടി ദൈവകരങ്ങളിൽ നിന്ന് കരനീട്ടി സ്വീകരിക്കണം. ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അവസരമാണ്. ഈ ഭൂമിയിൽ ജനിക്കണം, ജീവിക്കണം, ക്രിസ്തുവിനെ അനുഭവിക്കണമെങ്കിൽ അങ്ങനെ ജീവിച്ചേ മതിയാവൂ. 2 കാലില്ലാതെയാണെങ്കിലും കൈയില്ലാതെയാണെങ്കിലും ഏത് കഷ്ടാവസ്ഥയിലാണെങ്കിലും ഭൂമിയിൽ ജനിക്കണം. ജനിച്ച് ഈ ജീവിതം അനുഭവിക്കണം. ജീവിതത്തിൽ ഏതവസ്ഥയുള്ളവർക്കും സന്തോഷത്തിലേക്ക് കടന്നു വരാൻ മാർഗമുണ്ട്. ആദ്യം ദൈവകരങ്ങളിൽ നിന്ന് സഹനങ്ങളെ സ്വീകരിക്കണം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 4-ാം തിരുവചനത്തിൽ, വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്, സ്വർണം അഗ്നിയിൽ എന്നതുപോലെ സഹനങ്ങളുടെ തീർച്ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. നമ്മുടെ ആത്മാവിന് ഒരിക്കലും കേട് സംഭവിക്കില്ല. സ്വർണം അഗ്നിയിൽ എന്ന പോലെ, സ്വർണം ആത്മാവുമായി ബന്ധപ്പെട്ട് പ്രതീകമാണ്. സ്വർണം അഗ്നിയിൽ എന്ന പോലെ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. ലോകത്ത് നാം നേരിടുന്ന ഒരു സഹനങ്ങളും നമ്മെ നശിപ്പിക്കാനുള്ളവയല്ല. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. നമുക്ക് സംഭവിക്കുന്നൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഒരു സഹനം ഉണ്ടായി കഴിയുമ്പോൾ നമ്മളാകെ ഡിസ്റ്റർബ്ഡ് ആവും, നമ്മളാകെ തകരും, നമ്മളാകെ പതറിപ്പോവും. ഇതിപ്പോൾ തന്നെ ജീവിതം തീർന്നു പോകുന്നു എന്ന് തോന്നും. ഒരു സാമ്പത്തിക ബാധ്യത വന്നു, അല്ലെങ്കിൽ ഒരു രോഗം വന്നു, ഒരു സഹനം വന്നു, ഒരു വേർപാട് വന്നു, ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കണം ജീവിതമേ തകർന്നു, ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെയല്ല. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. ഈ നേരവും കടന്നു പോകും, ഇതിനെ അതിജീവിക്കും. നാം തീർന്നു പോകുന്നവരല്ല. നമുക്ക് മരണമില്ല എന്നൊരു യാഥാർത്ഥ്യം അറിയണം. നമ്മൾ ലൗകികമായി ഇവിടെ എന്തൊക്കെ സഹിക്കുന്നുവോ ഇതിനൊരു ആത്മീയ വശമുണ്ട്, അല്ലെങ്കിൽ ഇതിനൊരു ഭാവാത്മകമായ തലമുണ്ട്. നിങ്ങളുടെ വിശപ്പ് നിങ്ങളെ നശിപ്പിക്കാനുള്ളതല്ല. ആ വിശപ്പ് ഭക്ഷണം കണ്ടെത്താൻ കാരണമായിട്ടുണ്ട്. മനുഷ്യന്റെ ജീവിതം ഒന്ന് പരിശോധിക്കുക, ചരിത്ര ജീവിതം. സഹനങ്ങളും ക്ലേശങ്ങളും ഒക്കെ കണ്ട് ഭയന്നോടുകയല്ല മനുഷ്യൻ ചെയ്തത്, അതിനെ പ്രതിരോധിക്കാൻ പഠിച്ചു. വിജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്കല്ല മനുഷ്യൻ പോയിട്ടുള്ളത്, പരാജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്കാണ്, കഷ്ടതയിൽ നിന്ന് വിജയങ്ങളിലേക്കാണ്, ഇല്ലായ്മകളിൽ നിന്ന് ഉള്ളായ്മയിലേക്കാണ്. കാരണം
പരിമിതി ഉണ്ടായപ്പോഴാണ് കണ്ടുപിടുത്തം ഉണ്ടായത്. പരിമിതികളാണ് നമ്മെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചിന്തിപ്പിച്ചത്. അങ്ങനെ പരിമിതികൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഓരോ ഘട്ടങ്ങളിലായി പുരോഗമിച്ചിട്ടുള്ളത്. ആദ്യം കായികനികളൊക്കെ പിറകെ ജീവിച്ചിരുന്ന മനുഷ്യർ ക്രമേണ കൃഷി ചെയ്യാൻ തുടങ്ങിയത് ഇതിന് പരിമിതി ഉണ്ടായപ്പോഴാണ്. അഗ്നിബാധയുണ്ടായി, മൃഗങ്ങളൊക്കെ ചത്തുടങ്ങിയപ്പോഴാണ് ചുട്ട മാംസത്തിന്റെ രുചി പഠിക്കുന്നത്. പിന്നെ മാംസം ചുട്ടു തിന്നുന്നവരായിട്ട് മാറുകയാണ്. ഓരോ കാര്യങ്ങളും മനുഷ്യൻ കണ്ടെത്തിയത്, ജീവിതത്തിൽ ചെറുതും വലുതുമായ കാര്യങ്ങൾ എന്നും കണ്ടെത്തിയിട്ടുള്ളത് പ്രതികൂലങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിത സഹനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അതിജീവനത്തിനായി നൽകപ്പെടുന്നൊരവസരമാണ്. അതിജീവനത്തിനായി നൽകപ്പെടുന്നൊരവസരമാണ്. നമുക്ക് ചൂരൽമലയിലൊക്കെ ഉണ്ടായ ദുരന്തം അറിയാലോ, വയനാട്ടിൽ. ദുരന്തം എപ്പോഴും അപകടകാരിയാണ്. നിരവധി പേർ മരിച്ചു. സംഭവം ശരിയാണ്, സങ്കടകരമാണ് അവസ്ഥ. കുടുംബങ്ങൾ തകർന്നവര്, വേദനിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ടൗൺഷിപ്പ് മാതൃകയിലുള്ള ഒരു പുനരധിവാസത്തിലേക്കും അപകടങ്ങൾ നേരിടാനുള്ള പുതിയ തീരുമാനങ്ങളിലേക്കും കണ്ടെത്തലിലേക്കും ഒക്കെ നമ്മൾ കടക്കുന്നതിന് ശേഷമാണ്. അപ്പോൾ പണ്ടില്ലാത്ത രീതിയിലുള്ള, നേരത്തെയൊക്കെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ എങ്ങനെയായിരുന്നു? ദുരന്തത്തിൽപ്പെട്ടവർക്ക് കുറെ പൈസ കൊടുക്കും, അല്ലെങ്കിൽ വീട് വെക്കാൻ പൈസ കൊടുക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വീട് വെച്ച് കൊടുക്കാം. അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളാണ്. ഒരു ടൗൺഷിപ്പ് എന്ന നിലയ്ക്ക് ഒരു പ്രദേശത്തെയാകെ പുനർനിർമ്മിക്കുക എന്ന പ്രവൃത്തിയിലേക്ക് നമ്മളെത്തി. ഇത് ലോകത്താകമാനം കണ്ടിട്ടുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനമല്ല, അതിജീവനത്തിന്റെ പ്രവർത്തനമല്ല. പുതിയൊരു കാര്യം വരിക. ഓരോ കാര്യം നമ്മൾ ആലോചിക്കുക. ഒരു വിമാനം തകരുകയോ ഒരു എഞ്ചിൻ തകരാറാകുകയോ ചെയ്യുമ്പോഴാണ് ആ തകർച്ചയില്ലാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളത്. വീണപ്പോഴാണ് നടക്കാൻ പഠിച്ചതെന്ന് സാമാന്യഗതി പറയാം. അതുകൊണ്ട് വീഴ്ച മോശമല്ല, വീണപ്പോഴാണ് വീഴാതെ എങ്ങനെ നടക്കണം എന്ന് പഠിച്ചത്. അങ്ങനെയാണ് നാം ഇന്ന് വരെ എത്തിയിട്ടുള്ളത്. നമ്മുടെ ഓരോ കണ്ടുപിടുത്തങ്ങളും ഓരോ മുന്നേറ്റങ്ങളും ജീവിതത്തിന് നേരിടാനുള്ള പുതിയ പദ്ധതികളും എല്ലാം തയ്യാറായത് സഹനമാർഗത്തിലൂടെയാണ്. അതുകൊണ്ട് ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. ഇത് വേദന ഉണ്ടാക്കും, കഷ്ടത സഹനശീലം നൽകേണ്ടതാണെന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ അകത്ത് വേദനയും വിഷമമൊക്കെ ഉണ്ടാക്കും. അങ്ങനെ വിഷമം ഉണ്ടാകുമ്പോൾ വിഷമത്തിൽ മുങ്ങിപ്പോകരുതെന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. ശരീരം വേദനിക്കുമ്പോൾ വേദനയൊന്നുമില്ല ഇല്ലെന്ന് വിചാരിക്കുക, അങ്ങനെയല്ല. വേദനയുണ്ട്. ആ വേദനയിൽ നമ്മൾ ശാന്തത കൈവെടിയരുത്, മനസ്സ് പതറിപ്പോകരുത്. ഓർക്കണം, ഈ വേദനയെ നമ്മൾ മറികടക്കും. ഇതൊരു പരിഹാരം കണ്ടെത്തും. കാരണം ദൈവം നമ്മെ ഭൂമിയിലേക്ക് വിട്ടിട്ടുള്ളത് ഈ കഴിവും പ്രയോഗശേഷിയും ശക്തിയും നൽകിക്കൊണ്ടാണ്, അവസരങ്ങൾ നൽകിക്കൊണ്ടാണ്. മനുഷ്യന്റെ പ്രത്യേകത അതാണ്. അവൻ ലോകത്തെ ജയിക്കാനുള്ളവനാണ്. ആ ലോകത്തെ ജയിക്കാനുള്ളതിന്റെ ഒരു പരിധി ലൗകിക ക്ലേശങ്ങളെ മറികടക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പകുതിയാണ് ഈ ഭൗതികതയെ മറികടക്കുന്ന ആത്മീയ ജീവിതം. ഇത് രണ്ടും കൂടിച്ചേരുമ്പോഴാണ് പൂർണ്ണതയുള്ള മനുഷ്യൻ. അതുകൊണ്ട് നാം ഓർക്കണം, അപൂർണമായ സാഹചര്യത്തെ നമ്മൾ ഭയപ്പെടരുത്. ഇതൊരു പകുതി സ്റ്റെപ്പാണ്. മുഴുവൻ സ്റ്റെപ്പ് കയറി കഴിഞ്ഞിട്ടാണ് ജീവിതത്തെക്കുറിച്ച് മുഴുവനായിട്ട് പറയാൻ പറ്റുക. അതിനെക്കുറിച്ച് റോമർ ലേഖനം 5-ാം അധ്യായം 4-ാം തിരുവചനം പറയുന്നുണ്ട്. കഷ്ടത സഹനശീലം, സഹനശീലം ആത്മധൈര്യം, ആത്മധൈര്യം പ്രത്യാശ. അങ്ങനെയാണ് വഴി. കഷ്ടത സഹനശീലം നൽകും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിലൊന്ന് സഹനശക്തിയാണ്. കഷ്ടത സഹനശീലം നൽകും, സഹനശീലം ആത്മധൈര്യം നൽകും. സഹിച്ചു കഴിഞ്ഞിട്ടേ നമുക്ക് ധൈര്യം ഉണ്ടാകും. ഓരോ സഹനവും ആ വരുന്ന സമയത്ത് ഇത് നമുക്ക് നേരിടാൻ കഴിയുമെന്ന് ഭയം ഉണ്ടാക്കും. പക്ഷെ നേരിട്ട് കഴിയുമ്പോൾ നമ്മൾ പറയും, ഇതിലും വലിയ കടമ്പകൾ ചാടിക്കടന്നിട്ടുണ്ട് നമ്മൾ. കഷ്ടത സഹനശീലം നൽകും, സഹനശീലം ആത്മധൈര്യം നൽകും. ആത്മധൈര്യം എന്ന് വെച്ചാൽ അവനവനുള്ള ധൈര്യം അല്ലാതെ. ആത്മധൈര്യം എന്ന് പലപ്പോഴും നമ്മൾ കരുതുന്നത് സെൽഫിന്റെ ധൈര്യമാണ്. ഈ സെൽഫിന് ധൈര്യം ഇല്ല. ധൈര്യം ഉണ്ടാവണമെങ്കിൽ ആശ്രയത്വം വേണം. അതുകൊണ്ടാണ് ഒറ്റയ്ക്കായി പോകുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാകുന്നത്. പക്ഷെ ക്രിസ്തു കൂടെ ഉണ്ടെന്ന് വിചാരിച്ചാലോ? റോമർ 8:31, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരും നമുക്ക് എതിര് നിൽക്കും. നമ്മൾ ആത്മവിശ്വാസത്തിലേക്ക് വരും. അതുകൊണ്ട് കഷ്ടതയും സഹനം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ തള്ളിക്കളയരുത്, അതിനെ സ്വീകരിക്കണം. കാരണം കർത്താവ് നമ്മോട് കൂടെയുണ്ട്. റോമർ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 12-ാം തിരുവചനം പറയുകയാണ്, പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, കഷ്ടതയിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. അത് സാധാരണഗതിയിൽ നമ്മളിങ്ങനെ വായിച്ചു വിടുന്നതാണ്. പക്ഷെ ഒന്ന് ക്ലോസ് ആയിട്ട് എടുത്ത് നോക്കിയേ. പ്രത്യാശയിൽ സന്തോഷിക്കണം. പ്രത്യാശയിൽ സന്തോഷിക്കണമെങ്കിൽ കഷ്ടതയിൽ സഹനശീലമുള്ളവരായിരിക്കണം. കഷ്ടതയിൽ സഹനശീലമുള്ള ഒരാൾക്ക് മാത്രമേ പ്രത്യാശയിൽ സന്തോഷിക്കാൻ കഴിയൂ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവനാകാനും കഴിയൂ. പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ ഈ കഷ്ടതയിൽ സഹനശീലം ഉണ്ടാവണം. ഒരു സഹനം നമ്മെ മൂടിക്കളയാൻ പാടില്ല. അങ്ങനെ മൂടിക്കളയാതിരിക്കുമെങ്കിൽ മാത്രമേ പ്രത്യാശയിൽ സന്തോഷിക്കാൻ പറ്റൂ. ക്രിസ്തുവിലേക്ക് നോക്കി മാത്രമേ നമുക്കിത് സാധ്യമാകൂ. ഒരു സഹനത്തെ എങ്ങനെ സന്തോഷമാക്കി മാറ്റാം, ദുഃഖം എങ്ങനെ സന്തോഷമാക്കി മാറ്റാം എന്നത് ക്രിസ്തുപാഠമാണ്.
യേശു അന്നത് പറയുന്ന ഒരു സന്ദർഭത്തിനകത്താണ്. യേശുവിൻ്റെ വിടവാങ്ങലുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾ ഇന്ന് ദുഃഖിക്കും, പക്ഷെ നിങ്ങൾ സന്തോഷിക്കും. ജീവിതത്തിന്റെ ആകത്തുകയിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ ദുഃഖവും സന്തോഷത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. അതുകൊണ്ട് ദുഃഖങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് സന്തോഷത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല. ചവിട്ടുപടിയിലുണ്ട്, അപ്പുറത്തേക്ക് കടക്കാൻ കഴിയില്ല. ഒരു പാലം പോലെയാണ് സഹനങ്ങൾ. എപ്പോഴും ഒരു പാലം പോലെയാണ്, ഒരു പാലം പണിയാണ്. ജീവിതത്തിൽ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കുകയാണ്. ഒരു ഭൗതികതയും ഒരു ആത്മീയതയും കൂട്ടിമുട്ടിക്കുന്ന ഒരു പാലമായിട്ട് ഈ സങ്കടങ്ങളുടെയും പരിമിതികളുടെയും ലോകത്തെ കാണാൻ പറ്റണം. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, നമുക്ക് സഹനശീലമുണ്ടെങ്കിൽ പ്രത്യാശയിൽ സന്തോഷിക്കാൻ പറ്റൂ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരാകാൻ പറ്റൂ. പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ നിൽക്കുമ്പോൾ മാത്രമേ ക്ലേശങ്ങളെ സഹിക്കാൻ പറ്റൂ, പ്രത്യാശ അനുഭവിക്കാൻ പറ്റൂ. അതുകൊണ്ട് പ്രത്യാശയാവുന്ന ക്രിസ്തുവിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ജീവിത വഴിയായിട്ട് കൂടി സഹനത്തിന്റെ സന്ദർഭങ്ങളെ കണ്ടെത്താൻ നമുക്ക് കഴിയണം. ഇങ്ങനെ സഹനങ്ങളെയും ജീവിതത്തെയും ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക, ഉപാധിയില്ലാതെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സ്നേഹിക്കുമ്പോൾ നമുക്ക് ഉപാധി ഉണ്ടാവില്ല, ഉപാധിയില്ലാതെ സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ജീവിതത്തെ ഉപാധിയില്ലാതെ സ്വീകരിക്കണം. ദൈവം നമ്മൾ ഉപാധിയില്ലാതെ സ്വീകരിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് ജീവിതം ഉപാധിയില്ലാതെ സ്വീകരിക്കണം. ഹെബ്രായർ 5:8 പറയും, പുത്രനായിരുന്നിട്ടും സഹനത്തിലൂടെ അവൻ തന്റെ അനുസരണം അഭ്യസിച്ചു. അപ്പൊ ദൈവത്തോടുള്ള ബന്ധം, ദൈവത്തെ പിൻചൊല്ലുക എന്ന ബന്ധം നമുക്ക് അനുഭവിക്കണമെങ്കിൽ ഈ സഹന നിമിഷങ്ങളെ നമ്മൾ സ്വീകരിക്കണം. യേശു പുത്രനാണെന്ന് തിരിച്ചറിവുള്ളപ്പോഴും ഈ അനുഭവത്തെ സ്വീകരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ യേശു സഹനം ഏറ്റെടുക്കേണ്ട ആളല്ല, ദൈവത്തിന്റെ സമ്പൂർണതയിലുള്ള ആളാണ്. ആ ആള് സഹനം സ്വീകരിക്കുന്നു. നമ്മൾ ഈ ഭൂമിയിൽ കുറവുകളും പോരായ്മകളും ഉള്ളപ്പോഴും നമ്മൾ സഹനം സ്വീകരിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ദൈവമേ എനിക്ക് എന്തുകൊണ്ട് ഈ ദുർവിധി, എന്തുകൊണ്ട് ഈ കഷ്ടത, ഞാൻ എന്ത് ചെയ്തിട്ടാണ്, എൻ്റെ കുറവെന്താണ്, പിഴവെന്താണെന്ന് ചോദിച്ചിട്ടിരിക്കുകയാണ്. ആ കുരിശിലേക്ക് നോക്കിയാൽ മതി. ഒരു കുറവും പിഴവും ഇല്ലാഞ്ഞിട്ടും പരമ പരിശുദ്ധനായിരുന്നിട്ടും അവൻ ഇതൊക്കെ സഹിക്കുന്നു. കാരണം സ്നേഹം എപ്പോഴും അനുഭവപ്പെടുത്തുന്നത് സ്വീകരണത്തിലൂടെയാണ്. കൊച്ചു കുഞ്ഞുപദേശം പാടുന്നതുകൊണ്ടാണ്, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിന്റെ പാനപാത്രമാണ് കിട്ടുന്നത്, സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് ഇത് നൽകുന്ന ആളെ പ്രതിയാണ്. ഇത് നൽകുന്നയാൾ ഇത് വെറുതെ നൽകില്ല. ഈ ലോകത്തിലെ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും അല്ല നിലനിൽക്കുന്നത്. യഥാർത്ഥ സന്തോഷമാവുന്ന ക്രിസ്തുവിലേക്കുള്ള വഴിയാണ് ഈ സഹനങ്ങളുടെ വഴിയെന്ന് തിരിച്ചറിവോടെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ഇപ്പം വേദന എടുക്കുന്ന ചില കാര്യങ്ങൾ, അഭ്യാസങ്ങളൊക്കെ ചെയ്യുന്നു, വേദന എടുക്കുന്നു. ആ വേദന എടുത്ത് കുറെ കഴിയുമ്പോൾ, പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ വേദനയിൽ നിന്ന് മറികടക്കാൻ പറ്റുമെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ആ ക്ലേശം സഹിക്കും. ഇപ്പൊ കരാട്ടയൊക്കെ അഭ്യസിക്കുന്ന സമയത്ത് കഠിനമായ പ്രയത്നമാണ്, ശരീരമൊക്കെ വേദന എടുക്കും വലിയ. പക്ഷെ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് അത് നമുക്ക് ആയി കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ടത് ചെയ്യാൻ പറ്റും. ഇപ്പം സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര വേദന എടുക്കും, അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ക്രമേണ ചെയ്യാൻ പറ്റിക്കഴിയുമ്പോൾ ഒരു സന്തോഷമാണ്, കാരണം എനിക്കത് പറ്റിയല്ലോ, ആക്റ്റീവ് ചെയ്യാൻ പറ്റി. അപ്പം നമ്മൾ ഒരു നേട്ടമെന്ന് പറയുന്നത് ഒരു ക്ലേശത്തിൻ്റെ ബാക്കിയാണ്. ആ ക്ലേശത്തെ ഒഴിവാക്കിയിട്ട് നേട്ടം മാത്രം വേണമെന്ന് വിചാരിക്കുന്ന, ഇൻസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കണമെന്ന് പറയുന്ന ലോകത്തെ നമ്മളിന്ന് ജീവിക്കുന്നത്. ക്ലേശം പാടില്ല. അതാണ് പരീക്ഷ എഴുതാതെ ജയിക്കണം, അധ്വാനിക്കാതെ സമ്പത്ത് ഉണ്ടാവണം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വിദേശത്ത് പോകണം, കഷ്ടപ്പെടാതെ ജീവിക്കണം. അതാണ് സന്തോഷം എന്ന് കരുതാണ്. ഇത് സന്തോഷം ഉണ്ടാക്കില്ല കേട്ടോ. ജീവിതത്തിൽ ദുരിതങ്ങളും ദുഃഖങ്ങളും സ്വീകരിക്കുന്നവർക്ക് മാത്രമേ സന്തോഷമുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അനുഭവിക്കുന്നുണ്ട്. അത് ജീവിതത്തിന്റെ ഒരു ഓളമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സന്തോഷം എന്നറിയുന്നില്ല. നിങ്ങൾ അധ്വാനിച്ച് നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് കിട്ടുന്ന ഒരു 10 രൂപയ്ക്കുള്ള വില നിങ്ങൾക്ക് വെറുതെ കിട്ടുന്നതിനുണ്ടാവില്ല. പണം കിട്ടുന്നുണ്ട്, കാര്യം നടക്കുന്നുണ്ട്, പക്ഷെ സന്തോഷം എന്ന് പറയുന്ന കാര്യം ഉണ്ടാകുന്നില്ല. നമ്മൾ അധ്വാനിക്കുകയും ആ അധ്വാനം ഫലപ്രാപ്തിയിലെത്തുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം തന്നെയാണ് ഒരു സഹനത്തിലായിരുന്ന് ആ സഹനത്തെ മറികടക്കുമ്പോൾ ഉണ്ടാകുന്നത്. ചിലരൊക്കെ നെടുവീർപ്പോടെ പറയുന്നവരല്ലേ, അങ്ങനെയൊക്കെ കുറെ സഹിച്ചിട്ടാണ് ഞാനിവിടെ എത്തിയത്. ആ ഞാനിവിടെ എത്തിയത് എന്ന് പറയുന്ന അനുഭവത്തിന്റെ മൂർത്തത ഈ പറഞ്ഞ സഹന വഴിയിലൂടെ നേടിയെടുത്തതാണ്. അതുകൊണ്ട് സഹനങ്ങളെ തള്ളിമാറ്റുക എന്നുള്ളതല്ല, ദൈവം ഈ സഹനാവസരങ്ങളെ നൽകുന്നത് എനിക്ക് കരുത്ത് നൽകാനും എന്നെ അതിജീവനം പഠിപ്പിക്കാനുമാണ്. കഴുകൻ കുഞ്ഞുങ്ങളെ കൂടുകളാക്കി താഴെ എറിയുന്നതിനെ കുറിച്ച് വചനം പറയുന്നുണ്ട്. ഉയരത്തിൽ കൂടുകൂട്ടുന്ന ജീവിയാണ് കഴുകൻ. ഉന്നതത്തിലെ കൂട്ടിൽ വെച്ച് മുട്ടയിടും. മുട്ട വിരിഞ്ഞു കഴിയുമ്പോൾ ഈ കൂടുലയ്ക്കുമ്പോൾ കഴുകൻ കുഞ്ഞ് താഴേക്ക് പോരും. അങ്ങനെ താഴേക്ക് പോരുന്ന കുഞ്ഞിനെ താഴെ എത്തുന്നതിന് മുമ്പ് ചിറകിൽ വഹിക്കും കഴുകൻ. ഞാൻ അങ്ങനെ ചിറകിൽ വഹിക്കുന്ന കഴുകനെ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. വീണുപോയി അറ്റം പറ്റി ഈ തകർന്നു പോകാൻ ഏതാനും നിമിഷം എന്ന് കരുതുന്ന സമയത്ത് ഈ പറഞ്ഞ കരതാരിൽ വഹിക്കുന്ന ഒരു അനുഭവം
ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിശ്ചയമായിട്ടും നമ്മളിത് സ്വീകരിക്കുമ്പോൾ മാത്രമേ ഇത് അനുഭവിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ പരിതപിച്ചുകൊണ്ട് നിരാശപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിനെ തട്ടിമാറ്റിയിട്ട് ആ കൈ തട്ടിമാറ്റിയിട്ട് നമ്മൾ താഴെ ചിതറിപ്പോവും. പലപ്പോഴും പറ്റുന്നൊരു കുഴപ്പം അതാ, നമ്മൾ ഈ കൈ തട്ടിമാറ്റും, ഈ സഹായത്തിന്റെ കരുത്ത് നമ്മൾ ഓർക്കില്ല, ദൈവം കൂടെ ഉണ്ടെന്ന ബോധ്യം നമുക്കുണ്ടാവില്ല. അതുകൊണ്ട് സഹനങ്ങൾ സ്വീകരിക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഹെബ്രായർ 10:36 പറയാണ്, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി കൂടിയേ തീരൂ. ഈ സഹനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ എനിക്കിഷ്ടമില്ലാത്ത അല്ലെങ്കിൽ എനിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഈ ജീവിത സന്ദർഭത്തിന്റെ പരിമിതിയെ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം അനുവദിക്കുന്നതായി കണ്ട് സ്വീകരിക്കാനുള്ള ശേഷിയാണ് ഇവിടെ സഹനശക്തി എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ സ്വീകരിക്കുമ്പോൾ മാത്രമേ വാഗ്ദാനം പ്രാപിക്കാൻ കഴിയൂ. അത് പരീക്ഷയായിട്ടല്ല, കാരണം നമുക്ക് ഇതിലൂടെ കടന്നേ അപ്പുറത്ത് പോകാൻ പറ്റൂ. നാം ജീവിതത്തിന്റെ പരിമിതി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു മറുപുറത്തേക്ക് എത്താൻ ഒരു സഹന വഴിയുണ്ടെന്നുള്ളതാണ്. ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും ഓരോരുത്തരിലേക്ക് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഈ സഹന വഴിയെ മറികടന്ന് അപ്പുറത്തേക്ക് പോകുന്നവരാണ് വിജയം വരിക്കുന്നവരായിട്ട് മാറുന്നവർ, ആത്മസാക്ഷാത്കാര അനുഭവത്തിലെത്തുന്നവർ. അവരാണ് ലോകത്തിന് മുൻപിൽ ദൈവത്തെ സാക്ഷീകരിക്കുന്നവരായിട്ട് പിന്നീട് മാറുക. അതുകൊണ്ട് ജീവിത സഹനങ്ങളെയും ജീവിതത്തിൽ നേരിടുന്ന കെടുതികളെയും കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നവരായിട്ട് നമുക്ക് മാറാൻ പറ്റണം. ഇത് നമുക്ക് ഒറ്റയ്ക്കായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമില്ല, ഒരു മാതൃക വേണം. യാക്കോബ് 5:10 പറയാണ്, സഹനങ്ങളെ ഇങ്ങനെ സ്വീകരിച്ച പ്രവാചകന്മാരെ, ക്ഷമയോടെയും സ്വീകരണ മനോഭാവത്തോടെയും സ്വീകരിച്ച പ്രവാചകന്മാരെ നിങ്ങൾ ഓർക്കുവിൻ. നമുക്ക് വിശുദ്ധാത്മാക്കളെ അങ്ങനെ ഓർക്കാം. സഹനങ്ങൾ സ്വീകരിച്ചപ്പോൾ യാക്കോബിനെ തന്നെ ഓർക്കാം. സഹനങ്ങൾ സ്വീകരിച്ചവരാണ്. സഹനങ്ങളെ തട്ടിമാറ്റാതെ സഹന വഴിയിലൂടെ മുൻപോട്ട് പോകാൻ മനസ്സ് കാണിക്കുന്നവർ. അങ്ങനെ സഹന വഴിയെ സ്വീകരിക്കാൻ നമുക്ക് പറ്റണം. വിശുദ്ധാത്മാക്കളുടെ ചരിത്രമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവരൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മൾ ചരിത്രം എത്രത്തോളം പഠിക്കുന്നില്ല എന്നുള്ള കാര്യം വേറൊരു കാര്യം. ഇങ്ങനെ വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിലേക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അവരൊക്കെ സഹനങ്ങളിലൂടെ കടന്നുപോയവരാണ്. സുഖകരമായ വഴിയിലൂടെ പോയവരല്ല. കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ ജീവിതത്തെ ഓരോ നിമിഷവും ദൈവത്തിൻ്റെതാണെന്ന് ഏറ്റുപറഞ്ഞാണ് ജീവിതത്തിൽ അവർ വിജയത്തിലേക്ക് എത്തിയത്. നമുക്ക് ആ വിജയവഴി വേണ്ടെന്നായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഞങ്ങൾക്ക് ഈ വിജയവഴിയൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇവിടെ നിലനിന്നാൽ മതി. ഇവിടെ നിലനിൽക്കുന്നൊരു നഗരമില്ല, എന്നേക്കും നിലനിൽക്കാൻ കഴിയില്ല, എപ്പോഴും ഒരുപോലെ ഇരിക്കാൻ കഴിയില്ല. പക്ഷേ ഈ താൽക്കാലിക സന്തോഷങ്ങളിൽ കുടുങ്ങിയിട്ട് നിത്യജീവിതം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭാവാത്മകമായി ദൈവത്തിൽ അനുഭവിക്കാവുന്ന ആത്മസാക്ഷാത്കാരത്തിൻ്റെ സന്തോഷാനുഭവങ്ങളെ നമ്മൾ തട്ടിമാറ്റുന്നു. നമ്മൾ ഈ പഴം പഴുത്തിട്ട് തിന്നാന്നല്ല വിചാരിക്കുന്നത്, നമ്മൾ പഴുക്കാതെ തന്നെ ഈ പഴം തിന്നിട്ട് ചവർപ്പാന്ന് പറയാണ്. അത് പഴുക്കുന്നത് വരെ അതിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണമെന്ന് വിശുദ്ധ പത്രോസ് തന്റെ ലേഖനത്തിൽ 1-ാം ലേഖനത്തിൽ പറയുന്നുണ്ട്, 4-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ. ആകയാൽ ദൈവഹിതമനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് സൃഷ്ടാവിന് തങ്ങളെ തന്നെ ഭരമേൽപ്പിക്കട്ടെ. അങ്ങനെ ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് സഹന നിമിഷങ്ങളെ കാണാൻ പറ്റണം. ദൈവകരങ്ങളിൽ നിന്ന് സഹനങ്ങളെ സ്വീകരിക്കണം. 5 വഴികളാണ് നമുക്ക് പറയാനുള്ളത്. 1-ാമത്തെ വഴി തന്നെ പറഞ്ഞപ്പോൾ സമയം പരിമിതമായി. നമ്മൾ സമയത്തിനും കാലത്തിനും വിധേയരാണല്ലോ, ചുരുങ്ങിയ കാലം ജീവിക്കുന്നവർ. അപ്പം അതുകൊണ്ട് നമ്മളിത് വിപുലീകരിച്ച് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജീവിത സഹനങ്ങളോട് അറപ്പും വെറുപ്പുമാണ് നമുക്ക്. അവയെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറല്ല. സഹന വഴികൾ ഒഴിവാക്കി കടന്നു പോകാനാണ് ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് സംഭവിക്കുന്ന പിഴവെന്താണെന്ന് ചോദിച്ചാൽ ഈ സഹനത്തെ മറികടക്കുമ്പോഴുള്ള വിജയത്തിൻ്റെ അവസ്ഥയെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ ജീവിതം തന്നെ പരിശോധിച്ചാൽ മതി. റിസ്ക് എടുക്കാൻ തയ്യാറാകാത്തവരാണ് നമ്മൾ. ഒരു കാര്യം ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല, എളുപ്പത്തിൽ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ നടക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ജീവിതം അത്യധ്വാനം ആവശ്യപ്പെടുന്നുണ്ട്. ഈ ജീവിതത്തിലെ പരിമിതികളെ മറികടക്കാനുള്ള ശ്രമങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ആ ശ്രമങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ തന്നെയാണ് നിത്യമായ സന്തോഷം അനുഭവിക്കാൻ, യഥാർത്ഥ വിജയത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സഹനങ്ങളെ സ്വീകരിക്കുക, തള്ളിക്കളയാതിരിക്കുക. ജീവിതം ഒരു സഹന വഴിയാണ്. അത് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതല്ല. ഈ മറികടക്കലിന് ദൈവം നമുക്ക് അനുവദിക്കുന്ന ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പാതയാണത്. ആ പാത സന്തോഷത്തിലേക്ക് നയിക്കുന്നതാണ്. യേശു ക്രൂരമായ പീഡകളിലൂടെ കടന്നു പോകുന്നു, പക്ഷെ ഉദ്ധാനമുണ്ട്. ആ ഉദ്ധാനത്തെക്കുറിച്ചാണ് ക്രിസ്തു പറയുന്നത്. നിങ്ങളിപ്പോൾ സങ്കടപ്പെടും, പക്ഷെ നിങ്ങൾ സന്തോഷിക്കും. അതുകൊണ്ട് നിങ്ങൾ ഓർത്തു നോക്ക്, എത്രയോ സങ്കടങ്ങൾ സന്തോഷങ്ങളായി മാറിയിട്ടുണ്ട്. പിന്നീട് കരഞ്ഞ് ആ ജീവിതാവസ്ഥ മാറിക്കിട്ടാനൊക്കെ അപേക്ഷിച്ചിട്ട് അവസാനം അത്ഭുതകരമായ സഹനത്തിൻ്റെ വഴിയിലൂടെ അപ്പുറം കടന്നെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മഹാത്ഭുതം, സഹിച്ചെങ്കിലെന്ത്, ഇങ്ങനെയൊക്കെ ആയല്ലോ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷാത്കാര അനുഭവങ്ങൾ എല്ലാം നിലനിൽക്കുന്നത് ഈ സഹനങ്ങളെ ജീവിതത്തെ സ്വീകരിക്കുന്നതിലാണ്. സഹനങ്ങളെ മാത്രമായിട്ടല്ല, ജീവിതത്തെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നവരാകുക. അത് 1-ാമത്തെ പടിയാണ്.
സഹനത്തെ മറികടന്ന് ദുഃഖം സന്തോഷമായി മാറാൻ നാം എടുക്കേണ്ട ആദ്യത്തെ ചുവടുവെപ്പ് ഈ സഹനങ്ങളെ സ്വീകരിക്കലാണ്. ജീവിതത്തെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കലാണ്. അതെൻ്റെതല്ല, ദൈവം എനിക്ക് ദാനമായി നൽകുന്നതാണ്. ഈ ജീവിതാവസ്ഥകളും തിരിച്ചറിയുക. സർവ്വപ്രപഞ്ചവും സൃഷ്ടവസ്തുക്കളും കാണുന്നവയൊക്കെയും ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഇത് താൽക്കാലികമായി എൻ്റെ കയ്യിൽ തരുന്നവയാണ്. ഇത് ദൈവത്താൽ നൽകപ്പെട്ടവയാണ് എല്ലാം. അതുകൊണ്ട് ഇതൊന്നും എൻ്റെതല്ല, സ്വന്തമായി ഒന്നുമില്ല, സർവവും നിന്ദാനം. ഈ ജീവിതവും അങ്ങനെ ദാനമാണ് എന്ന ബോധ്യത്തോടെ ഇരുകരങ്ങൾ നീട്ടി ദൈവകരങ്ങളിൽ നിന്ന് ഈ ജീവിതത്തെ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ആദ്യ പടി മറികടക്കാൻ പറ്റും. അങ്ങനെ 5 പടികൾ കടന്ന് നിത്യമായ സന്തോഷത്തിലേക്ക് എത്തിച്ചേരാൻ ഏതവസരത്തിലും കെട്ടുപോകാത്തൊരു വിളക്കായിട്ട് മാറാനാണ് ദൈവം നമ്മെ വിളിച്ചിട്ടുള്ളത്. ക്രിസ്തുവിൽ നമുക്കത് സാധ്യമാണ്, പരിശുദ്ധാത്മാവിൽ നമുക്കത് സാധ്യമാണ് എന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റണം. വിശ്വാസം കേവല താൽക്കാലിക കാര്യം സാധ്യമല്ല, ഒരു വിജയത്തിലേക്കുള്ള പാതയാണ്. വിജയം വരിച്ചേ തീരൂ. കാരണം നമ്മെ അയച്ചതും നമ്മിൽ വസിക്കുന്നതും ക്രിസ്തുവാണ്. നാം ഈ ഭൂമിയിൽ ക്രിസ്തുവിൽ ജീവിക്കുന്നവരാണ്. അവനെ സാക്ഷീകരിക്കുക എന്ന ദൗത്യം, അവനെ പ്രകാശിപ്പിക്കുക എന്ന ദൗത്യം നിറവേറ്റാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് അടുത്ത ഭാഗത്ത് തുടരാം. അടുത്ത ഭാഗത്ത് ബാക്കി പടികളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നിങ്ങൾ ഈ സന്ദേശങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇത്തരം ആശയങ്ങൾ ലോകം അറിയേണ്ടതുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, യേശുവിനെ അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നുവെങ്കിൽ, കൂടുതൽ പേരിലേക്ക് ആശയഗതികൾ എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിൽ നാം നേടുന്ന ഒരറിവും ഓരോ സന്ദർഭവും മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഉപയോഗിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ക്രിസ്തു എനിക്ക് എത്രത്തോളം വെളിപ്പെടുന്നുവോ അത്രത്തോളം മറ്റുള്ളവർക്ക് കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റാനായിട്ട് നിങ്ങൾക്കും സാധിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.